Here is the song Blowing in the Wind by Bob Dylan. Like cinema, songs in the music album are also very popular as they are rendered as audio-visual treats. Here is a song written by Bob Dylan, one of the prominent musicians of the United States of America. This song has been described as an anthem of the 1960s civil rights movement. അപ്പോൾ 1960 അമേരിക്കയിലുണ്ടായിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻസിന് എതിരെയായിട്ടുള്ള സിവിൽ റൈറ്റ്സ് വയലേഷന് എതിരെയായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ഈ സോങ് എന്ന് പറയുന്നത്. അപ്പം സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിന് ഇത് അവരുടെ അന്തമായി മാറുകയും ചെയ്തു ഈ സോങ്. ഇതുപോലെ ആയിരുന്നു നമ്മളുടെ മൈക്കിൾ ജാക്സൺ ആഫ്രിക്കയിൽ ഫാമിൻ ഉണ്ടായിരുന്ന സമയത്ത് മൈക്കിൾ ജാക്സണും കൂട്ടുകാരും കൂടി കൂടിയിട്ട് കോറസൊക്കെ ആയിട്ട് പാട്ട് പാടിയിട്ട് പണം പിരിച്ചെടുക്കുകയും ആഫ്രിക്കയിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവർക്ക് ഇതിനൊരു മോട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു സോങ് ആണിത്. മൈക്കിൾ ജാക്സന്റെ ആ സോങ് വി ആർ ദ വേൾഡ് എന്ന് പറയുന്ന സോങ് ആയിരുന്നു. അപ്പം നമ്മളുടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഒരുപാട് ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു സോങ് ആണിത്. ചെക്ക് അബൌട്ട് ദ ഓഥർ. ബോബ് ഡിലൻ വാസ് ബോൺ ഓൺ 24th May 1941. He is an American singer, songwriter, artist and writer. His early songs such as Blowing in the Wind and The Times They Are A-Changing became anthems for the American civil rights and anti-war movements. His mid-1960s recordings backed by rock musicians climbed the heights of the United States music charts. He won the Nobel Prize in Literature for his contribution to music in 2016. And talking about the Blowing in the Wind, it is a song written in 1962. 1962 അദ്ദേഹം ഇത് എഴുതുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഇത് പാടിയതും കമ്പോസ് ചെയ്തതും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. It is a protest song that raises rhetorical questions about peace, war and freedom. അപ്പം ഈ പാട്ടിലുള്ളത് എന്താണ്? ചോദ്യങ്ങളാണ്. റെട്രിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടൂല എന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് റെട്രിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തിനൊക്കെ കുറിച്ചാണ്? ഇറ്റ് ഈസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം. Bob Dylan believes that the answers are there. However, no one dares to find them. The answer to all these questions, he is asking 9 questions in this in this song, and he says that the answer is present in the air or in the wind itself, but nobody is ready to bring it or nobody is ready to grab it. It deals with the ill effects of civil rights movement during the Vietnam War. വിയറ്റ്നാം വാറിൻ്റെ സമയത്തുള്ള സമൂഹത്തിലുള്ള ഇൽ എഫക്ട്സിനെ കുറിച്ചാണ് ഈ പാട്ട് പറയുന്നത്. ഡിലൻ വാസ് the views that the government focuses on war and ignores the violation of African Americans. അപ്പം ഗവൺമെൻറ് ആഫ്രിക്കൻ അമേരിക്കൻസിനെതിരെ ആയിട്ടുള്ള ഫ്രീഡം വയലേഷൻ അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് വയലേഷന് നേരെ കണ്ണടക്കുന്നതായിട്ടാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത്. നമുക്ക് പോയി നോക്കാം. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? The answer, my friend, is blowing in the wind. There is blowing in the wind. അപ്പം ഈ വരികളിൽ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് 1960കളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന വിശ്വാസം അല്ലെങ്കിൽ അമേരിക്കൻ ബിലീഫ് സിസ്റ്റം പ്രകാരം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി ഒരു പുരുഷനായി എന്ന് പറയണമെങ്കിൽ അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു.
It was believed that a boy can become a man only after going to war. So, showing his disagreement with this belief, the poet is showing his disagreement with this belief that how many times a person would be required to fight war so that he may be called a man. ഇങ്ങനെ ഒരു ആൺകുട്ടി പുരുഷനാണെന്ന് പറയപ്പെടാൻ വേണ്ടി അവൻ എത്ര യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു റീഡിങ്. മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ the poet wonders how much life experiences a man have to suffer in order to be called a man. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയിട്ട് അയാൾക്ക് എത്രയധികം ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ റോഡ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ്. In the next line, it is also a rhetorical question. The poet is asking, how many seas must a white dove sail? ഒരു വെളുത്ത പ്രാവ്. വൈറ്റ് ഡവ് സിംബലൈസസ് പീസ്. സമാധാനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എപ്പോഴും വെള്ള പ്രാവുകൾ. സോ ഹൗ മെനി ടൈംസ് ദ വാർ വിൽ ബി ഫോട്ട് ബിഫോർ അച്ചീവിങ് പീസ്. അപ്പം എത്ര യുദ്ധങ്ങൾ ചെയ്താലാണ് സമാധാനം പുലരുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആൻഡ് ദ ഡവ് ക്യാൻ സ്ലീപ്പ് പീസ്ഫുള്ളി ഇൻ ദ സാൻഡ്. സ്ലീപ്പിംഗ് ഇൻ ദ സാൻഡ് റെഫേഴ്സ് ടു ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് നോ വാർ. എത്ര സമുദ്രങ്ങൾ താണ്ടിയാലാണ് സമാധാനം പുലരുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ ഓൾസോ ഈസ് എ റെട്രിക്കൽ ക്വസ്റ്റ്യൻ. ദർ ഹി ആസ്ക് ഹൗ മെനി cannons മസ്റ്റ് ബി ഫ്ലൈഡ് ടു ഗെറ്റ് ഇറ്റ് ബാൻഡ്. cannons എന്ന് പറഞ്ഞാൽ പീരങ്കികളിലൊക്കെ ഇടുന്ന ബോംബ്. അപ്പം ഈ യുദ്ധം ബാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെപ്പൺസ് ബാൻ ചെയ്യണമെങ്കിൽ എത്ര യുദ്ധങ്ങളും ഇനി കഴിയണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. The poet asks how many times the weapons will be used before they might be totally banned. In other words, the poet says that we have fought enough wars and they should be ended now. ഇത്രയുമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇനിയും എന്നാണ് ഈ യുദ്ധങ്ങളൊക്കെ ഒന്ന് ബാൻ ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. The poet says that answer to all the questions are present in the air or wind. ഈ രണ്ട് വരികൾ വീണ്ടും വീണ്ടും ഇതിൽ പറയുന്നുണ്ട്. ഈ പോയത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഏത് വരികൾ? The answer, my friend, is blowing in the wind. The answer is in the wind. അപ്പം ഈ റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം ലൈൻസ് റെഗുലർ ഇന്റർവൽ എന്നുള്ളതാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഈ 2 വരികളും ഈ കവിതയിലെ റിഫ്രെയിൻസ് ആണ്. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടെയിൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ്സ് വാഷ്ഡ് ടു ദ സീ. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. ആൻഡ് യെസ്, how many times must a man turn his head pretending he just doesn't see? The answer, my friend, is blowing in the wind. The answer is blowing in the wind. അപ്പോൾ ഈ വരികളിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ദ പീപ്പിൾ വുഡ് ഡിസൈഡ് ഫോർ വാർ, യുദ്ധമുണ്ടാക്കുന്ന ആളുകൾ, അധികാരികളെ കുറിച്ചാണ്. ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടെയിൻ എക്സിസ്റ്റ്? ഇവിടെ മൗണ്ടെയിൻ സിംബലൈസസ് ദ പ്രൈഡ് ആൻഡ് ഈഗോ ഓഫ് ദോസ് ഹു ഡിസയർ വാർ. യുദ്ധങ്ങൾ നടത്തി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഈ അധികാരികളുടെ ശക്തി അല്ലെങ്കിൽ ഈ മല പോലെ നിൽക്കുന്ന മൗണ്ടെയിനായിട്ട് സിംബലൈസ് ചെയ്യുന്ന ഇവരുടെ അധികാരം ഒരു ദിവസം ഈ കടലിൽ ഒഴുകി പോകുക തന്നെ ചെയ്യും. കടലെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ഡിക്റ്റേറ്റേഴ്സ് ഓർ ദ റൂളേഴ്സ് ഹു ഡിസയർ ഫോർ വാർ. അധികാരത്തിൻ്റെ ഹുങ്കിൽ യുദ്ധം നടത്തുന്ന ഭരണാധികാരികൾക്കെതിരെയായിട്ട് ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധ സാഗരത്തിൽ ഇത് മുങ്ങിപ്പോവും എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സിങ്ക് ഇൻ ദ സീ സം ഡേ. നെക്സ്റ്റ് rhetorical question that here asked is that, yes, and how many times can some people exist before they are allowed to be free? ഈ വരികൾ റെഫർ ചെയ്യുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസിനെ കുറിച്ചാണ്. ഇവർ ആഫ്രിക്കൻ അമേരിക്കൻസിനെ
ട്രീറ്റ് ചെയ്തിരുന്നത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ലിവിങ് ഇൻ എ ഫ്രീ കൺട്രി ദേ വർ ലിവിങ് ഇൻ എ പ്ലേസ് വെർ ദേ വർ ട്രീറ്റഡ് ആസ് സെക്കൻഡ് ക്ലാസ്. വൺ വാസ് ദാറ്റ് ആൻഡ് സിവിൽ റൈറ്റ് വയലേഷൻസ് വർ ദേർ. ഇവർക്കെതിരായിട്ട് സിവിൽ റൈറ്റ്സ് വയലേഷൻ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സോങ് വരുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനി എത്ര കാലം ഇവർ വെറുതെ നിലനിൽക്കുന്നു എന്നുള്ള നിലയിൽ ജീവിച്ചു പോകണം? ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യം ഇൻ ദ സെൻസ് ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ദെയർ ഓൺ റൈറ്റ്സ് ടു ലിവ് ദെയർ. They were always accused or their rights were violated there. അവരുടെ അവകാശങ്ങൾ എല്ലാം ലംഘിക്കപ്പെട്ട് അവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന സമയത്ത് they are not actually living there but they are there, they are existing there. അപ്പോൾ ഈ ഫ്രീഡം ഒക്കെ അനുഭവിച്ചിട്ട് സ്വാതന്ത്ര്യത്തോടെ ഏത് കാലമാണ് അവർ ജീവിക്കുക എന്നാണ് ചോദിക്കുന്നത്. In the next lines we can see that yes, and how many times must a man turn his head pretending that he just doesn't see? ഈ ആളുകൾക്കെതിരായിട്ടുള്ള ഇൻജസ്റ്റിസ് എത്ര കാലം കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരാൾ നടക്കും എന്നാണ് ചോദിക്കുന്നത്. How many times must a man turn his head pretending he just didn't see? കണ്ടിട്ടില്ല എന്ന് നടിച്ച് എത്ര കാലം ഇങ്ങനെ നടക്കണം എന്നാണ് ചോദിക്കുന്നത്. Which means how many times the good men will ignore the unjust and discriminatory things that they see around them. The poet is waiting for the day when the people will raise their voice against discrimination instead of pretending that there is no inequality. ഇനീക്വാളിറ്റി ഇല്ല, അസമത്വം ഇല്ല എന്ന് വിശ്വസിച്ച് കണ്ണുപൂട്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലം മാറി ഇതിനെല്ലാം അഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾ വോയിസ് റേസ് ചെയ്യുന്ന ഒരു കാലം വരും എന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇൻ ദ ലാസ്റ്റ് 2 lines he repeats that the answer lies before us and waits for someone to grab it. Okay, in the last lines, yes, and how many times must a man look up before he can see the sky? Yes, and how many years must one man have before he can hear people cry? Yes, and how many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. So in these lines, the poet is asking, sky represents what? Sky represents freedom. സ്വാതന്ത്ര്യത്തെയാണ് ആകാശം എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം സ്കൈ സിംബലൈസസ് ഓർ റെപ്രസെൻറ്റ്സ് ഫ്രീഡം. അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, ദ സ്കൈ ദാറ്റ് ഈസ് ഫ്രീഡം ഈസ് ഹിഡൻ ബിഫോർ ദ വാർസ്. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരാളും സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് നിൽക്കുന്നത്. സോ ഹി വണ്ടേഴ്സ് ഹൗ മെനി ടൈംസ് വൺ വിൽ ഹാവ് ടു ഫേസ് ദ വാർസ്. എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ഈ സ്വാതന്ത്ര്യം ലഭ്യമാവുക? Wars in order to gain freedom and liberty. Here the poet refers to the long quest of the people for freedom. ആൾക്കാരുടെ, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ് ഇദ്ദേഹം റെഫർ ചെയ്യുന്നത്. പിന്നെ വരുന്ന വരികളിൽ പറയുന്നത്, how many years must one man have before he can hear people cry? യുദ്ധത്തിൻ്റെ ഇടയിൽ ആളുകൾ മരിച്ചു വീഴുന്നതും അതിലൂടെ ഉണ്ടാകുന്ന കരച്ചിലും അതിൻ്റെ ശബ്ദമൊക്കെ എത്ര കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എത്ര കാലം വേണം എന്നാണ് ചോദിക്കുന്നത്. ഹി വണ്ടേഴ്സ് ഹൗ ലോങ് ദ ഗവൺമെൻറ് വിൽ റിമെയിൻ ഡഫ് ടു ദ സോറോസ് ഓഫ് ദ കോമണേഴ്സ്. സാധാരണക്കാരുടെ സങ്കടങ്ങൾക്കും കരച്ചിലുകൾക്കും മുന്നിൽ എത്ര കാലം ഇവർ ചെവി കൊള്ളാതെ ഇരിക്കും. വെൻ ഇറ്റ് വിൽ ഹിയർ ദ പീപ്പിൾസ് പ്ലീ അഗെയിൻസ്റ്റ് വാർ ആൻഡ് ഇൻ ഫേവർ ഓഫ് പീസ്. ഏത് കാലമാണ് അവർ ആളുകളുടെ ഈ ആവശ്യം മനസ്സിലാക്കുന്നതും സമാധാനത്തിന് നേരെ കണ്ണു തുറക്കുന്നതും എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്. He wonders when the government will realize that too many people have died because of war.
യുദ്ധം കാരണം എത്ര പേര് മരിച്ചു എന്ന്, ഒരുപാട് പേര് മരിച്ചു എന്ന് ഇവരെന്നാണ് റിയലൈസ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്പ്ഡ് നൗ. ദ വാർ മസ്റ്റ് ബി സ്റ്റോപ്പ്ഡ് നൗ. ഇറ്റ്സ് എ പ്ലീ ഓഫ് ദ പോയിറ്റ് ഫോർ പീസ്. അപ്പോൾ ഈ എഴുതിയ റൈറ്ററുടെ പ്ലീ ആണ്, ഒരു അപേക്ഷയാണ്. എന്തിന്? പീസിന് വേണ്ടിയിട്ടുള്ള, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള. In the ending lines, he again says that the answers lie before us and we should grab it. The answer is there in the wind. The answer, my friend, is blowing in the wind. The answer is blowing in the wind. So this is the song. I think it is clear to you. We will discuss the question answer soon. Here is the question answer. First question, what does the word roads refer to here? The answer is, roads here refer to life experiences. It also can be war. It was believed that a boy can become a man only after going to war. Second question, does the question here demand any specific answer? What do you call such questions? No, they are not asked for a specific answer. They are called rhetorical questions. Third question, why does the writer say that the answer is blowing in the wind? The answer is in front of everyone or easily available. How is the mountain related to the other two questions in stanza 2? The question about the mountain has no definite answer. Similarly, the other two questions have no definite answer. And also, all the questions in stanza 2 are about oppressive rulers and oppressed people. Next question, who may be the people and man referred to in stanza 2? What is the attitude of the writer to them? Here, people refer to those who are denied of their freedom. അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയാണ് പീപ്പിൾ എന്നിവിടെ റെഫർ ചെയ്യുന്നത്. ആൻഡ് മാൻ റെഫേഴ്സ് ടു ദോസ് ഹു ആർ ഇൻവോൾവ് ഇൻ സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന അഥവാ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പൊരുതുന്ന ആളുകളെയാണ് മാൻ എന്ന് റെഫർ ചെയ്യുന്നത്. The poet is waiting for the day when people will raise their voice against discrimination instead of pretending that there is no inequality. അപ്പം ഈ കവി പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ഈസ് ദാറ്റ് ഹീ ഈസ് എക്സ്പെക്ടിങ് ദാറ്റ് ആളുകൾ ഈ എന്താ പറയുക, ഡിസ്ക്രിമിനേഷനൊക്കെ എതിരായിട്ട് ആളുകൾ ശബ്ദമുയർത്തുന്ന ഒരു കാലം വരുന്നതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. Sixth question, pick out the lines from the song that refer to the denial of civil rights. Yes, how many years can some people exist before they are allowed to be free? Yes, how many years must one man have before he can hear people cry? These lines refer to the denial of civil rights. Seventh question, what attitude of people is reflected in the refrain? Refrain എന്താണെന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. Repetition of the same lines at an interval. Okay. The answer is blowing in the wind. Answer, people are not allowed to find a solution to their problems when the solution is at their reach. They are not ready to grab the answer. So I think this will help you. And if you are watching this channel for the first time, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ please do subscribe, share and comment. Thank you for watching.